ആയിരിക്കുന്ന ഈ റൂമിൽ പാർക്കുന്ന അതേ കർത്താവേ, ഓ സ്തോത്രം, ഞാൻ ഈ കർത്താവേ നബാബിനായി പ്രാർത്ഥിക്കുന്ന തന്നെ അഭിമുഖീകരിക്കുന്ന ശാപത്തിന്റെ ശക്തി അത് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുന്നു. അതേ കർത്താവേ, തന്നോടൊപ്പമായിരിക്കുന്ന ഓ കർത്താവേ ഈ ഷിബുവിനായി പ്രാർത്ഥിക്കുന്നു. തന്റെ കടഭാരമെന്ന ശാപം മാറിപ്പോകട്ടെ. ഓ മാസ്റ്റർ, അതേ കർത്താവേ, ഈ ഭവനത്തിന്റെ അകത്തളത്തിലായിരിക്കുന്ന ഈ ശാപിക്കപ്പെട്ട ശക്തികൾ വിട്ടുമാറട്ടെ. ഇപ്പോൾ തന്നെ കർത്താവേ, വിദേശത്തായിരിക്കുന്ന ഭർത്താവിനെ ചൊല്ലി വളരെ സങ്കടപ്പെടുന്ന ഈ സഹോദരി, അതേ കർത്താവേ, അവൾ സാമ്പത്തികം ലഭിക്കുന്നില്ല എന്ന് ഭാരപ്പെടുന്നു. ഓ കടഭാരം നീങ്ങിപ്പോകുന്നില്ല എന്ന് ഭാരപ്പെടുന്നു. ഭവനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഭാരപ്പെടുന്നു. ഓ എന്റെ കുടുംബവും തകർന്നുകൊണ്ടിരിക്കുന്നെന്ന് ഭാരപ്പെടുന്നു. തന്റെ പ്രിയപ്പെട്ട രോഗത്താൽ ബന്ധിക്കപ്പെടുന്നതുകൊണ്ട് അതിനെ ചൊല്ലിയും ഭാരപ്പെടുന്നു. എന്നാൽ ഇപ്പോൾ ഈ വിധ അവസ്ഥയിലായിരിക്കുന്ന ഈ വാത്സല്യ സഹോദരിയുടെ കുടുംബം ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കാൻ തുടങ്ങുന്നു. അതേ കർത്താവേ, ഓ സിസ്റ്റർ ശോഭ, അവളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ജയം പ്രാപിക്കുവാൻ തുടങ്ങുന്നു. സ്വർഗ്ഗം അത്ഭുതം പ്രവർത്തിക്കുന്നത് കൊണ്ട് നന്ദി പറയുന്നു. കർത്താവേ, സിസ്റ്റർ ജയറാണിക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രദർശിപ്പിക്കുന്ന ഈ സഹോദരി യേശുവിൻ നാമത്തിൽ ജയം പ്രാപിക്കട്ടെ. സ്വർഗ്ഗം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നന്ദി പറയുന്നു. അതേ കർത്താവേ, ഓ സ്തോത്രം ചെയ്യുന്നു, ഓ സ്തോത്രം ചെയ്യുന്നു. ആമെ കൊച്ചുമോൻ എന്ന പേരുള്ള ഭവനത്തിനകത്ത് കൊച്ചുമോൻ എന്ന പേരുള്ള ഈ തോമസ് ഊട്ടിക്കായി പ്രാർത്ഥിക്കുന്നു. തന്നെ തകർക്കുന്ന ശാപം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുന്നു. അതേ കർത്താവേ, ഓ സഹോദരി, ആമെ കർത്താവേ, ആമെ വ്യത്യസ്ത പേരുകൾ മുൻപിൽ എഴുതി കാണിക്കുകയാണല്ലോ. അവരെ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇന്നയോളം പിശാച് തകർത്ത അവൻ ഒതുക്കിയ ഈ വ്യക്തി വിടുതൽ പ്രാപിക്കട്ടെ. ഓ കർത്താവേ, ആമൻ ഈ വാത്സല്യ സഹോദരി, ആമേ കർത്താവേ, അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓ സ്തോത്രം, ആമേൻ ആമേൻ, എന്റെ അവസ്ഥ വളരെ പ്രയാസകരമായിരിക്കുന്നു, എന്റെ തകർച്ച വളരെ പ്രയാസമായിരിക്കുന്നു. ഓ എനിക്ക് വേണ്ടി കർത്താവേ അങ്ങയുടെ പ്രവൃത്തി അയക്കണമേ, ഒരത്ഭുതം ചെയ്യണമേ എന്നവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേ കർത്താവേ, ഞാൻ കാണുന്ന ഈ സിസ്റ്റർ കർത്താവേ, ആമേ സോണിയ എന്ന് പറഞ്ഞ സഹോദരി യേശുവിന്റെ നാമത്തിൽ അവൾ വിടുതൽ പ്രാപിക്കാൻ തുടങ്ങുന്നു. ഒരത്ഭുതം സംഭവിക്കുന്നത് കൊണ്ട് നന്ദി കർത്താവേ. വലിയൊരു കൂട്ടങ്ങളുടെ പേരുകൾ നീ മുൻപിൽ എഴുതി കാണിക്കുന്നു. അങ്ങയുടെ ദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, അതേ വാത്സല്യ സഹോദരങ്ങൾ, കുടുംബങ്ങൾ, മാതാപിതാക്കൾ, അവരുടെ എല്ലാം ഞങ്ങളുടെ കരങ്ങളെ ഏൽപ്പിച്ച് അവർക്ക് വിടുതലും അനുഗ്രഹവും കൽപ്പിക്കുകയാണ്. ഒരത്ഭുതം സാധ്യമായി വരുന്നു. അങ്ങയുടെ വലിയ മഹത്വം വെളിപ്പെടുന്നു. അങ്ങയുടെ വലിയ മഹത്വം വെളിപ്പെടുന്നു. ഏൽപ്പിച്ച് അനുഗ്രഹിക്കുന്നു യേശു കർത്താവിൻ മഹിമയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അതേ പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഏറ്റവും വിശേഷവും മഹത്വകരമായ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളുടെ പേരുകൾ കർത്താവ് എൻ്റെ മുൻപിൽ പ്രദർശിപ്പിക്കുന്നു. ആയിരങ്ങളുടെ പേരുകളായതുകൊണ്ട് എനിക്ക് പറയുവാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ആമേൻ, കർത്താവ് നിങ്ങളെ ഓമന പേർ ചൊല്ലി നിങ്ങളുടെ അരികത്ത് നിന്ന് നിങ്ങളോട് പറയുകയാണ്. ഇന്നുവരെയുള്ള ബലഹീനത, ഇന്നുവരെയുള്ള കയ്യേറ്റം, ഇന്നുവരെയുള്ള ബുദ്ധിമുട്ട്, ഇന്നുവരെയുള്ള ഉപദ്രവം, ഇന്നുവരെയുള്ള ഞെരുക്കം അത് പിശാച് കൊണ്ടുവന്നു. കർത്താവ് തൻ്റെ മഹത്വമുള്ള നാമത്താൽ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ആ കർത്താവ് തൻ്റെ വലിയ ശക്തിയാൽ ആ ശാപിക്കപ്പെട്ട ഇടത്തുനിന്ന് നിങ്ങളെ കരം പിടിച്ചുയർത്തുന്നു. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അതിശയങ്ങൾ ചെയ്യുന്നു. ആയിരിക്കുന്ന ഈ രാജ്യത്ത് കർത്താവിൻ്റെ സ്നേഹ സാന്നിധ്യം വെളിപ്പെട്ടിരിക്കുന്നു. ഒരത്ഭുതം സംഭവിക്കുന്നു. നിശ്ചയമായും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതെ, നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തെ ഓർക്കാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിശ്ചയമായും നിങ്ങൾക്കായി 24 hours പ്രയർ ഉണ്ട്. നിങ്ങളുമായിട്ടുള്ള സ്വർഗീയ ബന്ധം നിലനിന്നു പോകുവാൻ ഞാൻ കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നു. നിങ്ങൾ കോൾ ചെയ്യുമല്ലോ. ദൈവമായ കർത്താവ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്നത് പോലെ കോടാനുകോടി ആമേ പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായി തീരുവാൻ നിങ്ങളുടെ സഹായ സഹകരണവും പ്രാർത്ഥനയും അതിൻ്റെ പിന്നിലുണ്ടാകണം. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാവിധമായ അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ ആശംസിക്കുന്നു. വീണ്ടും അടുത്ത ശുശ്രൂഷയിൽ നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവമായ കർത്താവ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ വിലാസം സാമുവൽ ഡെന്നിസൺ, പോസ്റ്റ് ബോക്സ് നമ്പർ 193, തിരുവനന്തപുരം 695001, കേരള.
24 മണിക്കൂറും പ്രാർത്ഥനയ്ക്കായി ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 94458642 അല്ലെങ്കിൽ 9947945452. ഒരു നാളും സാത്താൻ ജയിക്കയില്ല, തൻ തന്ത്രങ്ങളൊന്നും നിറവേറില്ല. അന്ധകാര